ഹായ്, വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. 5ാം ക്ലാസ്സിലെ ഹിന്ദി ടെസ്റ്റിലെ പിള്ള എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നീതുവിൻ്റെയും ടോമിയുടെയും കഥ പഠിച്ചില്ലായിരുന്നോ? ടോമി എന്ന് പറയുന്ന പട്ടിക്കുട്ടിയുടെ നീതുവിൻ്റെയും കഥ പഠിച്ചില്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കവിതയാണ്. നമുക്ക് ആ പട്ടിക്കുട്ടിയെക്കുറിച്ചൊന്ന് പഠിക്കാം. പിള്ള എന്ന് പറഞ്ഞാൽ പട്ടിക്കുട്ടി, പപ്പി, പട്ടിക്കുഞ്ഞെന്നാണ് മീനിങ്. നോക്കാം. ഈ പിള്ള എന്ന് പറയുന്ന കവിത എഴുതിയിരിക്കുന്നത് സഫ്തർ ഹാഷ്മിയാണ്. സഫ്തർ ഹാഷ്മി എഴുതിയ പിള്ള എന്ന കവിത. പിള്ള മീൻസ് പട്ടിക്കുട്ടി. അപ്പോൾ पिल्ला നമുക്ക് പഠിക്കാം. नीदू का था पिल्ला एक, बदन पे उसके रुए अनेक, छोटी टांगों लंबी पूंछ, फूरी दाढ़ी काली मूंछ, मक्की से वह लड़ता था, खड़े खड़े गिर पड़ता था. ഇത്രയുമാണ് കവിത. വളരെ ചെറിയൊരു കവിതയാണ്. വെറും 6 വരി മാത്രമേ കവിതയിലുള്ളൂ. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് മീനിങ്സ് പഠിക്കാം. നീതു കാത്ത പിള്ള ഏക്ക്. നീതു കാത്ത ദായുടെ മീനിങ് എന്താണ്? വാസ് എന്നാണ്. ആയിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. നീതുക നീതുവിൻ്റെ, പിള്ള ഏക്ക്, പിള്ള ഏക്ക്. ഇത് നമ്മൾ സെൻറ്റൻസ് ആക്കി പറഞ്ഞാൽ നീതുക ഏക്ക് പിള്ളാത്ത. നീതുവിന് ഒരു പിള്ള ഉണ്ടായിരുന്നു. പിള്ള മീൻസ് പട്ടിക്കുട്ടി. അപ്പോൾ നീതുവിനൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. പട്ടിക്കുട്ടിയുടെ പേരറിയാലോ, ടോമി. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ടോമി. അപ്പോൾ നീതുക ഏക്ക് പിള്ളാത്ത, നീതുവിന് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ബദൻ പേ ഉസ്കെ രുയെ അനേക്. ബദൻ ശരീരമാണ്, ബോഡിയാണ്. ഉസ്കെ അതിന് അല്ലെങ്കിൽ അവന് എന്ന് പറയാം. രുവേ രോമങ്ങൾ, അനേക് ഒരുപാട്. ഈ പേ എന്ന് പറയുന്നതിൻ്റെ മീനിങ് മേം എന്നതിൻ്റെ മീനിങ് എന്താണോ അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബദൻ പേ, ബദൻ മേം ശരീരത്തിൽ. ഉസ്കെ അവന്, രുവേ അനേക് രോമങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഉസ്കെ ബദൻ പേ അനേക് രുവേ, അവൻ്റെ ശരീരത്തിൽ ഒരുപാട് രോമങ്ങൾ ഉണ്ടായിരുന്നു. ആരുടെ? പട്ടിക്കുഞ്ഞിൻ്റെ. അപ്പോൾ എന്തായിരുന്നു? നീതു കാത്ത പിള്ള ഏക്, നീതുവിന് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ബദൻ പേ ഉസ്കെ രുവേ അനേക്, അതിൻ്റെ ശരീരത്തിൽ ഒരുപാട് രോമങ്ങളുണ്ടായിരുന്നു. ചോട്ടി ടാങ്കേം ലംബി പൂഞ്ച്. പിന്നെ എന്താ നോക്കിയാൽ ചോട്ടി, ചോട്ടി മീൻസ് ചെറുത്. ടാങ്കേം കാലുകളാണ്. ലംബി പൂഞ്ച് നീളമുള്ള വാല്. കാലുകൾ ചെറുതായിരുന്നു. പൂഞ്ച് ലംബി, വാല് നീളമുള്ളതായിരുന്നു. ഫൂരി ദാടി, ഫൂരി മീൻസ് ബ്രൗൺ നിറത്തിലുള്ളത്, അതാണ് ഫൂരി. ഫൂര എന്ന് പറഞ്ഞാൽ ബ്രൗൺ ആണ്. ദാടി, താടിയിലെ രോമങ്ങളാണ് താടി. കാലി മൂഞ്ച്, കാലി കറുപ്പ്, കാല കറുപ്പെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കാലി എന്താ? കറുത്ത നിറത്തിലുള്ള എന്ത്? മൂഞ്ച്. എന്താണ് മൂഞ്ച്? കാലി മൂഞ്ച്, കറുത്ത മീശ. അപ്പോൾ താടി, തവിട്ട് നിറത്തിലുള്ള താടി ഉണ്ടായിരുന്നു, കറുത്ത നിറത്തിലുള്ള മീശയുണ്ടായിരുന്നു. മക്കീസെ ബഹലെടുത്താത്ത, മക്കി ഈച്ച, ഈച്ച. മക്കീസെ മക്കിയോട്, ഈച്ചയോട്, ബഹലെടുത്താത്ത അവൻ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈച്ചകളൊക്കെ ഒന്ന് പട്ടിയെ ശല്യം ചെയ്യുമ്പോൾ അതിനെ തട്ടിമാറ്റാനൊക്കെ ശ്രമിക്കാറില്ലേ? അത് തന്നെയാണ് ഇവിടെ ടോമിയെ ഈച്ചകളൊന്ന് ശല്യം ചെയ്യാറുണ്ട്. അപ്പോൾ ടോമി അതിനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. മക്കീസെ ബഹലെടുത്താത്ത, ലഡന ഫൈറ്റ് ചെയ്യുക. കടേ കടേ ഗിർ പെടുത്താത്ത, കടേ കടേ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ, ഗിർ പെടുത്താത്ത വീണു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടോമിയുടെ കാര്യങ്ങൾ. എന്തൊക്കെയായിരുന്നു ടോമിയുടെ കാര്യങ്ങൾ? നീതു കഥ ഏക്ക് പിള്ള, നീതുവിൻ്റെ പട്ടിക്കുട്ടിയായിരുന്നു ടോമി. ബദൻ പേ ഉസ്കെ രുവേ അനാഗ്, അതിൻ്റെ ബോഡിയിൽ ഒരുപാട് രോമങ്ങൾ ഉണ്ടായിരുന്നു. ചോട്ടി ടാങ്ക് ലംബി പൂഞ്ച്, ചെറിയ കാലുകൾ, ചെറിയ കാൽവിരലുകളും. ലംബി പൂഞ്ച് നീളമുള്ള വാലും ഉണ്ടായിരുന്നു. ഫൂരി താടി, തവിട്ട് നിറത്തിലുള്ള താടിയും. കാലി മൂഞ്ച് കറുത്ത നിറത്തിലുള്ള മീശയും ഉണ്ടായിരുന്നു. മക്കീസെ വഹിലെടുത്താത്ത, ഈച്ചയോട് ഫൈറ്റ് ചെയ്യുമായിരുന്നു. കടേ കടേ ഗിർപ്പെടുത്താത്ത, എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ വീഴാറുണ്ടായിരുന്നു. ഇത്രയുമാണ് ടോമിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. പിള്ള എന്ന കവിത ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കവിത. അപ്പോൾ മീനിങ്സ് ഒക്കെ എഴുതിയെടുത്തിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, ടാറ്റ.